ഹലോ നമസ്കാരം. വിഷു കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസമായി. ഇനി എന്ത് ഹാപ്പി വിഷു അല്ലേ. അങ്ങനെ കണിയൊക്കെ തലേന്ന് തന്നെ നിരത്തി വെച്ചിട്ടുണ്ടായിരുന്നു. കുട്ടികളൊക്കെ വിളിച്ച് കണി കാണിച്ച്. പക്ഷെ അവരവിടെ കിടന്നുറങ്ങി. ഒന്ന് വീഡിയോ കോൾ ചെയ്ത് വീട്ടിലേക്ക് കണി കാണിക്കാമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴേക്കും വൈഫൈയും കണക്റ്റ് ആവുന്നില്ല. അങ്ങനെയൊക്കെ റെഡിയായി സ്കൂളിലേക്ക് എത്തി. പക്ഷേ എൻ്റെ ഉറക്ക് ശരിയായില്ല. വിഷു ആയിട്ട് ജോലിക്കാരൻ്റെ അവസ്ഥ ആലോചിച്ചിട്ട് എനിക്ക് തന്നെ സങ്കടം തോന്നി. അറബി നാട്ടിൽ എന്ത് വിഷു. അസംബ്ലിക്ക് ബെല്ലടിച്ച് എല്ലാവരും പോയി. പക്ഷേ ഉറക്കം കൊണ്ട് ഞാൻ പോയാൽ ശരിയാവില്ല. അവിടെ നിന്ന് ഞാൻ ഉറങ്ങും. അങ്ങനെ ഒരു ചരിത്രമുണ്ടേ. അങ്ങനെ ബുക്സൊക്കെ എടുത്ത് 2 മിനിറ്റ് ഒന്ന് കണ്ണടച്ച് കിടക്കാമെന്ന് വിചാരിച്ചതായിരുന്നു. അങ്ങനെ എല്ലാം പെട്ടെന്ന് എടുത്തു വെക്കാൻ ശ്രമിച്ചു. പക്ഷേ തെറ്റ് പറ്റി ഗൈസ്. എല്ലാം എടുത്ത് വെക്കുന്നത് മൊത്തം തെറ്റാണ്. 2ാം ക്ലാസ്സിൻ്റെ ബുക്ക് എടുത്ത് വെക്കുന്നതിന് പകരം 4ൻ്റെ ബുക്ക് എടുത്ത് വെച്ചു. അബദ്ധം പറ്റിപ്പോയി എന്ന് മനസ്സിലാക്കാൻ കുറച്ച് സമയമെടുത്തു. ഇങ്ങനെ അബദ്ധം പറ്റാൻ ഒരൊറ്റ കാരണമേ ഉറക്ക്. രാത്രി ഉറങ്ങിയില്ല. എല്ലാം എൻ്റെ നിർബന്ധമായിരുന്നു. രാവിലെ 7 മണിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ 1:40 തിരിച്ച് സ്കൂൾ കഴിയുകയും ചെയ്യും. അപ്പോൾ രാത്രി തന്നെ ഭക്ഷണം റെഡിയാക്കി വെച്ചാലേ ശരിയാവും. അങ്ങനെ സാമ്പാർ, കൂട്ടുകറി, പച്ചടി, ഉണ്ണിയപ്പം, പഴംപൊരി, പായസം, അങ്ങനെ എന്തൊക്കെയോ റെഡിയാക്കി. അതൊക്കെ ആകുമ്പോൾ സമയമായി. രാത്രി ഉറങ്ങാൻ പറ്റിയില്ല. 2 മണിക്കാണ് കിടന്നത്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ വീട്ടിലെത്താനായി. അങ്ങനെ അന്നത്തെ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിയൊരു സമാധാനമായി. ആ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടൊരു വെപ്രാളായിരുന്നു. അങ്ങനെ സദ്യയൊക്കെ കഴിച്ച് എൻ്റെ വിഷു എന്ന് വെച്ചാൽ ആ ഭക്ഷണമായിരുന്നു. അത് തീർന്നേരം അത് കഴിച്ചൊരു സമാധാനമായി.